ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് തയ്യാറാക്കിയ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ട് നടി രഞ്ജിനി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാൻ കോടതി രഞ്ജിനിയോട് നിർദ്ദേശിച്ചു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടാൻ പോകുന്നു. നിതിൻ പ്രഭാകർ ചേർന്നു. എത്ര മണിക്കാണ് റിപ്പോർട്ട് പുറത്തുവിടുക? MS ഇന്ന് ഉച്ചയ്ക്ക് 2:30 തന്നെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം, രഞ്ജിനി 5 മണിക്ക് പുറത്തുവിടുമെന്നായിരുന്നു, അത് മാറി 2:30 വിടുമെന്ന രീതിയിലേക്ക് തിരുത്തൽ വന്നിരിക്കുകയാണോ? തീർച്ചയായും 2:30 റിപ്പോർട്ട് പുറത്തുവിടും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു നടി രഞ്ജിനി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. കേസ് പരിഗണിച്ച ഉടൻ തന്നെ കോടതി പറഞ്ഞത് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാനുള്ള അവസരം ലഭിക്കില്ലല്ലോ. സിംഗിൾ ബെഞ്ചിനെ സമീപിക്കണമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഏത് രൂപത്തിലായിരിക്കും അവർ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക എന്ന് നമുക്ക് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ഹൈക്കോടതിയിൽ നിന്നും ഈ നിർണായകമായ ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഹേമ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത്. ഇന്ന് 2:30 ഈ റിപ്പോർട്ട് പുറത്തുവിടുമെന്നാണ് ഹേമ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അതുതന്നെ ഈ രഞ്ജിനിയുടെ ഹർജി, അതായത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ സമർപ്പിച്ച ഹർജി തള്ളിയതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് അവർ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുകയും ചെയ്തത്. MS 2:30 പുറത്തുവിടുന്ന ആ പ്രക്രിയ എങ്ങനെയായിരിക്കും? കഴിഞ്ഞ തവണ നമുക്കറിയാം, അവർ ഈ റിപ്പോർട്ട് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ സമിതി ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് അവർക്ക് 5 ആളുകളാണ് വിവരാവകാശ നിയമപ്രകാരം ഈ റിപ്പോർട്ട് വേണമെന്നും ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഈ 5 പേർക്കും റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറാം എന്നാണ് അന്ന് അറിയിച്ചത്. അന്ന് അറിയിച്ചതിന് തൊട്ടുപിറകെ അന്ന് 3:30 ഈ റിപ്പോർട്ട് കൈമാറാമെന്ന് അറിയിച്ചത്. 3:30 ആകുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഒരു നിർമ്മാതാവ് നൽകിയ ഹർജിയുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നൊരു നിർദ്ദേശം ലഭിക്കുന്നതും ഈ റിപ്പോർട്ട് പുറത്തുവിടാതെ മാറ്റിവെക്കുകയും ചെയ്തത്. തുടർന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ വിഷയത്തിൽ റിപ്പോർട്ട് പുറത്തുവിടാമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ അതിന് പിന്നാലെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഈ നടി രഞ്ജിനി ഹർജിയുമായി സമീപിച്ചതും. നടി രഞ്ജിനിയുടെ ഹർജി ഇന്ന് പരിഗണിച്ച് ഈ ഡിവിഷൻ ബെഞ്ച് ഇത് തള്ളി, റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന രഞ്ജിനിയുടെ ആവശ്യം തള്ളുകയും ആ തള്ളിയതിന് തൊട്ടുപിറകെയാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടാൻ ഹേമ കമ്മീഷൻ തയ്യാറാവുകയും ചെയ്തിരിക്കുന്നത്. നമുക്ക് ലഭ്യമായ വിവരപ്രകാരം, വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട 5 പേർക്ക് ഇന്ന് റിപ്പോർട്ട് കൈമാറും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. MS ഇപ്പോഴത്തെ ഈ ചുരുങ്ങിയ സമയത്തിനിടയിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാനുള്ള ഒരു സാവകാശം ലഭിക്കുമോ? അങ്ങനെ സമീപിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടോ? സമീപിച്ചാൽ 2:30 മണിക്ക് ഇത് നൽകുന്ന തടയപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ? ഈ നിമിഷങ്ങൾ അതിനെക്കുറിച്ച് പറയാൻ കഴിയുന്ന അവസ്ഥയുണ്ടോ? തീർച്ചയായും അത്തരത്തിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഉച്ചഭക്ഷണത്തിന് ശേഷം 2 മണിക്ക് കോടതി വീണ്ടും ചേരുകയും ചെയ്യും. ധൃതി പിടിച്ച് ഈ കേസ് കോടതി പരിഗണിക്കുമോ? അടിയന്തര പ്രാധാന്യത്തോടുകൂടി കേസ് പരിഗണിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ 2 മണിക്ക് ഈ കേസ് പരിഗണിക്കാൻ, സാധാരണ അങ്ങനെ കേസ് പരിഗണിക്കാൻ കഴിയും. പക്ഷേ ഇതിനകത്ത് രഞ്ജിനിയുടെ ഹർജിക്കകത്ത് അല്ലെങ്കിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുമോ, ഇപ്പോൾ തന്നെ നിലവിൽ സമീപിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ കേസ് 2 മണിക്ക് പരിഗണിക്കുമോ എന്നതാണ് ഏറ്റവും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അല്ലെങ്കിൽ നമുക്ക് ഈ 2 മണിക്ക് കേസ് പരിഗണിച്ചാൽ മാത്രമേ 2:30 ഈ ഹർജി, അല്ലെങ്കിൽ 2:30 ഈ ഹേമ കമ്മീഷൻ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ ഏതെങ്കിലും തരത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു നിലപാട് ഉണ്ടാകണമെങ്കിൽ 2 മണിക്ക് തന്നെ ഈ കേസ് പരിഗണിക്കണം. നിലവിൽ രഞ്ജിനി വ്യക്തമാക്കിയത് താൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ്. അത് ഏത് തരത്തിലായിരിക്കും രഞ്ജിനി ഈ കേസിനകത്ത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുക എന്നതിനെ ആശ്രയിച്ചു മാത്രമായിരിക്കും അതിന്റെ ആ കാര്യത്തിൽ ഇനിയൊരു വ്യക്തത വരിക. പക്ഷേ ഹേമ കമ്മീഷൻ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം വ്യക്തമാക്കിയത് 2:30 തന്നെ ഈ റിപ്പോർട്ട്, ഈ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട 5 പേർക്കും ഈ റിപ്പോർട്ട് കൈമാറും എന്ന് തന്നെയാണ്. MS